മരണമൊഴി എഴുതി വെച്ചേക്കുന്നത്. ഇത് സുനീറിന്റെ ഉമ്മയാണ്. ആണാണെങ്കിൽ കൂലിച്ചവടാം അടിച്ച് ദേഹവും കള്ളിക്ക്. കഴിഞ്ഞ ജൂലൈയിലാണ് സുനീർ നമ്മളെ വിട്ടുപിരിഞ്ഞെത്തുന്നത്. ഭാര്യയുടെ അടക്കം വ്യാജ പരാതി കാരണം സുനീർ ആത്മഹത്യ ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. വ്യാജ പരാതി അടക്കമുള്ള മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി സുനീർ വിട്ടുപോയിട്ട് ഇന്ന് 7 മാസത്തോളമായി. ഇത് കഴിഞ്ഞ 7 മാസങ്ങളിൽ പോലീസിന്, DGPക്ക്, മുഖ്യമന്ത്രിക്കടക്കം പല സ്ഥലങ്ങളിലും കൊടുത്ത പരാതികളും അതിന്റെ അക്നോളജ്മെന്റ് വിറ്റുവാങ്ങി. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഒന്നും മുമ്പോട്ട് നീങ്ങിയില്ല എന്ന് മാത്രമല്ല ആ പെൺകുട്ടി ഉമ്മയ്ക്കെതിരെ അടക്കം വ്യാജ പരാതി കൊടുത്തു 26 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇവരോട് ഇങ്ങോട്ട് ചോദിച്ചു. കിട്ടുമെന്നൊന്ന് വിചാരിച്ചാൽ പേടിപ്പിക്കാനാണ്. ഇവരുടെ പ്രോപ്പർട്ടി അടക്കം അറ്റാച്ച് ചെയ്തു. നാളെ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പെൺകുട്ടിക്ക് നേരെ കേസ് മുറുകുമ്പോൾ കോംപ്രമൈസ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു നമ്പറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ അവസ്ഥ. അപ്പൊ ഞാനും മുകേഷും അല്ല, ഉമ്മയെ സഹോദരിയുണ്ട്, അവരുടെ ഫാമിലിയുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മയുടെ നേരിട്ടുള്ള അക്കൗണ്ട് നമ്പറും മറ്റും നമ്മൾ ഇതിനോടൊന്ന് കൊടുക്കുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന ചെറിയ പിന്തുണ കൊടുക്കണം. ദീപകിന്റെ കാര്യത്തിൽ എനിക്ക് 10-15 രൂപ തൊട്ട് ആൾക്കാർ അയക്കുന്നുണ്ടായിരുന്നു. നമ്മളാൽ പലതുള്ളി പെരുവണം എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. എല്ലാ രീതിയിലും ഉമ്മയെ സപ്പോർട്ട് ചെയ്യണം. മുകേഷ് കൂടെ പറഞ്ഞ് നമുക്ക് ഉമ്മയുടെ തന്നെ കേൾക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ആക്ച്വലി ആദ്യം തുടക്കത്തില് ഞാനും രാഹുലും കൂടെ ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലാണല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ വന്നത് മുന്നോട്ട്. പക്ഷെ ആ ഒരു നമ്മളങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നു. അങ്ങനെ ഒരു ചെറിയ ഒരു ഇതിൽ നിന്ന് വലിയ മാറ്റം നമുക്ക് ആ ഒരു കേസിൽ കൊടുക്കാൻ പറ്റി. തീർച്ചയായിട്ടും ഈ ഒരു ഉമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദീപക്കിനുണ്ടായതുപോലെ തന്നെ ഒരു വ്യാജ പരാതി മൂലം ഉമ്മയുടെ മകൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിനു ശേഷവും ഉമ്മയുടെ കുടുംബത്തെയും പെൺകുട്ടി വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അധികം ശ്രദ്ധ കിട്ടാത്തത് കൊണ്ട് ആ പെൺകുട്ടി ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ ഉമ്മയെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും. ഉമ്മയ്ക്ക് പറയാനുള്ള എന്താണോ നിങ്ങൾ ഒന്ന് കേട്ടോ ഉമ്മ പറയണം. ഉമ്മ DGP ഇല്ല, എനിക്ക് പോവാത്ത സ്ഥലങ്ങളില്ല, മുഖ്യമന്ത്രി, DGP പോവാത്ത പോലീസ് സ്റ്റേഷനുകളില്ല, കോടതിയിൽ വരെ പോയി, എല്ലായിടത്തും പോയി, എല്ലായിടത്തും കാര്യം പറഞ്ഞു. എനിക്ക് എന്റെ മോന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് അത് എല്ലാം എന്തെങ്കിലും വേണ്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാവരും ഇതിന്റെ പോലെ ചെയ്തു. പക്ഷെ ഒന്നും നടന്നില്ല. ഇത്രയും മാസമായിട്ട് ഒരു കാര്യവും നടന്നില്ല. എന്റെ പൊന്നുമോൻ മരിച്ചത് മരിച്ചു. എനിക്ക് ഉറങ്ങിയിട്ട് മാസങ്ങളായി എന്റെ പൊന്നുമോനെ കണ്ടിട്ട്. എന്റെ മോൻ നഷ്ടപ്പെട്ട് അവള് സൂഹിക്കണ്. അവള് കോളേജിൽ പോയി അവളും മായോ അവളെ ആളുകളൊക്കെ സന്തോഷിച്ച് ജീവിക്കണ്. എനിക്ക് കണ്ണീരല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. എന്റെ പൊന്നുമോനിക്ക് നീതി കിട്ടണം. എന്റെ പൊന്നുമോനെ നീതി കിട്ടി അവനിക്ക് ഒരു ഇത് കിട്ടണം. എങ്കിലേ എനിക്ക് സമാധാനം വരും. ഞാൻ കോടതിയിൽ, പോലീസ് സ്റ്റേഷനിലെല്ലാം ഞാൻ പോയപ്പോഴെല്ലാം അവർക്ക് അനുകൂലമായ മൊഴിയാണ് ഞങ്ങളെ അവരെടുക്കുന്നത്.